മരണം 12ആയി ഉയർന്നിരിക്കുന്നു. 23 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തിച്ചവർ അവരുടെ മരണവും കൂടിയായിരിക്കാം ഈ സ്ഥിരീകരിക്കുന്നതിൽ ഉള്ളത്. നവമി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ദുഃഖകരമായ വാർത്തകളാണ്. 12ആയി മരണം ഉയരുന്നു എന്നത് ഏറ്റവും ഒടുവിൽ വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? എന്തായാലും അതീവ ദുഃഖകരമായ വാർത്തകളാണ്. മരണസംഖ്യ നേരത്തെ ഉയരുമെന്നൊരു കണക്ക് തന്നെയാണ് നേരത്തെ ഉള്ളവരെല്ലാവരും മന്ത്രിമാരടക്കം പറഞ്ഞത്. ഇപ്പോൾ 12 മരണമായിരിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയുന്ന വിവരമനുസരിച്ച് ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചവർക്കെല്ലാം 70% കൂടുതൽ പൊള്ളലുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയും ആളുകൾ ആ സംഭവ സ്ഥലത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയും രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ എത്രത്തോളം ജീവനോടെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നറിയില്ല. നേരത്തെ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഈ എത്തിക്കുന്നതിൽ പലതും ശരീരഭാഗങ്ങൾ മാത്രമാണ് ആശുപത്രിയിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവർക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്നതനുസരിച്ച് 12 മരണമായിരിക്കുകയാണ്. 70% പൊള്ളലേറ്റാണ് ആളുകളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയും നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പടക്ക നിർമ്മാണശാലയിൽ എത്ര പേരുണ്ട്, അവരെ എത്രമാത്രം രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ വയൽ പ്രദേശത്താണ് വലിയൊരു സ്ഫോടനമാണ് സംഭവിച്ചത്. വയലിന് നടുവിനാണ് ഈ പടക്ക നിർമ്മാണശാലയുള്ളത്. അവരുടെ ശരീരഭാഗങ്ങൾ വയലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ, അത് അങ്ങനെയാണ് ആളുകൾ ചാക്കിലാക്കിയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു. ആ ശരീരഭാഗങ്ങൾ പറക്കിയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എത്രമാത്രം ദാരുണമായ, എത്രമാത്രം വിഷമിപ്പിക്കുന്ന, വേദനാജനകരമായ ഒരു കാഴ്ചയായിരിക്കും അതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. എന്തായാലും 40ഓളം പേര് ആണ് ആ നിർമ്മാണ ശാലയിൽ തൊഴിലാളികളായി ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ എത്ര പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും, എത്ര പേരാണ് മരിച്ചുപോയതെന്ന കണക്കൊക്കെ വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും മിനിറ്റുകളിൽ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്, തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. പകുതി ആളുകളും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലേക്കും എത്തിക്കാനുള്ള, സ്വകാര്യ ആശുപത്രികളിലേക്ക് അടക്കം എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞു. അതിൽ നിന്നാണ് എത്രമാത്രം തീ അണയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര പേര് അതിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു കണക്ക് പോലീസിന് ലഭിച്ചത്. അതനുസരിച്ചാണ് ഫയർഫോഴ്സും ഈ രക്ഷാപ്രവർത്തകരും ഒക്കെ ഈ നിർമ്മാണശാല